എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിവില്ലായിരുന്നു. ഓ ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. മുട്ടാതെ കൃഷ്ണൻകുട്ടിയെ ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ എങ്ങനെയൊക്കെ. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ. ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ. അതിലേ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എഴുതേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ വഴി 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 അത് മാറ്റി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്തേത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നത് ഞാൻ ചോദിച്ചതിനാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. 5 സെന്റ് വഴി ഇത് ചില്ലുവാനും അതൊക്കെ വീട്. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി? എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി എന്നാൽ വനജേ വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഉണ്ണിക്കുട്ടാ മോനെ, ഉണ്ണിക്കുട്ടാ എന്റെ ചേച്ചി വന്നടാ. താനാരാ വിളിക്കണേ? അളിയോ. അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. ഇതാ നമ്മുടെ ഉണ്ണി. അളിയാ ഇതായിരുന്നു എന്റെ അളിയൻ. എന്റെ പൊന്നളിയാ കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ലടാ ഈ അളിയന്റെ ഒരു തമാശ. അളിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ക്യാഷിനെ പറ്റിയുള്ള ടോക്ക്. കാഷ്വൽ ടോക്ക്. ആഹാ ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓ അളിയൻ. വേണ്ട ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിൽക്ക്, ഞാനിപ്പോ വരാം. വനജേ ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ ആരാ അപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആരാ ഈ വനജ? എന്നാലും എന്റെ മോനെ, നീ മഞ്ചേച്ചിയുടെ പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടെ തമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിന്റെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അളിയാ ഞാൻ റെഡി, നമുക്ക് പോവാം. ഓവൻകുട്ടാ നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയാ നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? ഓവൻകുട്ടാ വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയാ? നോക്കച്ച എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഓടാ പട്ടി,
ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി ഇത് ഞാനാടി ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാം. ഓഹോ, ആ അയ്യോ, കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ. കുറുമ്പൻ, എന്തൊരു കുറുമ്പ ഇത്? കുറുമ്പൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്. അയ്യോ, അതെന്ത് കുന്ത്രാണ്ടോ? എനിക്ക് അത് മതി. അതമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ഈ ചോറ് എനിക്കിതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്. എനിക്ക് അതൊക്കെ നാളെ ഉണ്ടാക്കി തരാൻ നമ്മ പറഞ്ഞല്ലോ. ബ്രെഡ് ടോസ്റ്റ്. നാളെ ഉണ്ടാക്കി. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ആഹാ, ഞാൻ വിചാരിച്ചെന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണ്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതെന്തെങ്കിലും പുറത്തേക്ക് വരൂ. നാളെ ഇനിയും ഉണ്ടാക്കി ചോറ് തരാം. തന്നെ ഞാൻ അറിയും. എന്ത് പണിയാ ചോറ് ഇവിടെ വലിച്ചെറിയേ. കാണിച്ചേ? ബ്രെഡ് ടോസ്റ്റ്. എന്താ ഉണ്ണിയേട്ടാ രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? ദാ കണ്ടോ, ബ്രെഡ് രാത്രി ടോസ്റ്റ്. ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? അമ്മ വിഷമിക്കണ്ട. റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. ആ ഉണ്ട്, വെണ്ണയോ? അതുമുണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി, വേണ്ട. ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. ദൈവമേ, ഭ്രാന്തന്മാര് പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി. ഓടി പട്ടി. ഓ വിളിച്ചോ, ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. ബ്രെഡ് ടോസ്റ്റ്. എനിക്കിഷ്ടായി. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ. വേണ്ട, പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യും. അസുഖം ഭേദമാവണമെന്ന് വെച്ചാ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും. ആഹാ, തെക്കലെ ഗോവന്ദനെ കൊണ്ടുപോയിട്ട് എന്തായി? ഷോക്ക് അടുപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു. ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നല്ലേ. ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും. അച്ഛാ, ആ അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ? സോറി. എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? ആ, എന്നാ ബീഡി മതി. ഉണ്ണി ഇവിടെ ഇരിക്കേ. ബീഡി ഒക്കെ തരാ, ഇവിടെ ഇരിക്കേ. മോനെ ഒന്ന് ഓർത്തു നോക്ക്. ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ എത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നുള്ള. ദുബായിൽ കഴിഞ്ഞ ഫ്ലൈറ്റിനല്ലേ ലാൻഡ് ചെയ്യ. നമുക്ക് പുറത്തേക്ക് പോവാം. അയ്യോ, ഈ രാത്രിയിലോ? ഉം. നമുക്ക് നാളെ രാവിലെ പോവാം. അയ്യോ, അത് വേണ്ട. രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോവാം. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ശ്ശോ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? ആ, ആ, മാറി. ആ, അയ്യോ, അമ്മേ, ഒന്നും പറ്റിയോ? എന്താണിത്? ഞാനല്ല. ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞേട്ടില്ലേ? ആരാ വന്നേക്കണേ നോക്കണേ. നോക്കാം. ഇവിടെ ഇരുന്നു കേട്ടോ. ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരാ എടുക്കണേ? തിന്നാനാണാ? പറയാം. എന്തോട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണാണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ. ദേ, ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ടാ. ആ ഹലോ, ഈ പട എന്റെ പട. കാണാനില്ല. ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണിയേട്ടനെ എന്തൊക്കെയായി ചോദിക്കണേ? അമ്മക്കുട്ടി, ഞാനെങ്ങനെ കാണുമാണ്ടായേ? എന്റെ
അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ. അപ്പൊ അവിടെ വെച്ച് അച്ഛനെ കാണാണ്ടായ? ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാ അമ്മുക്കുട്ടിയുടെ അച്ഛൻ? പണിക്കരമാവൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ? പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണേ. ചെണ്ടപ്പുറത്ത് കോല് വീണ അവിടെ ഉണ്ടാവും അച്ഛൻ. സമയത്തിനങ്ങടെ എത്തിയാ മതിയായിരുന്നു ദൈവമേ. ആ, ഉന്റെ അമ്മേ. അമ്മുട്ടിയെ, ആ. നീയും വരണോ പൂരത്തിന്? ഞാനില്ല. അല്ലേലും നാട്ടുകാരൊക്കെ വിളിക്കണ പൂരമണിക്കരുടെ മോളേന്നാ. നിനക്കെന്തെങ്കിലും വാങ്ങണോ? എനിക്കൊന്നും വേണ്ട. എന്നാ വീട്ടിലേക്ക് പോക്കോ, വീട്ടിലേക്ക് പോക്കോ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഉണ്ണിയേട്ടന്? ആ, ഇവിടെ വെച്ചാ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. എന്റെ അച്ഛനോടൊപ്പം പൂരം കണ്ടത് ഓർമ്മയുണ്ടോ? അവിടെ ആന ഇടിഞ്ഞു എന്നാ കേട്ടെ. അതിനിടയിലെ ഉണ്ണിയേട്ടനെ കാണാണ്ടായേ. അയ്യോ, അമ്മുക്കുട്ടിയുടെ അച്ഛൻ എവിടെ പോയി? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. ഗോവേട്ടൻ എന്താ ഇവിടെ? ഇവനാണല്ലോ ഉണ്ണി. ആ, ഇവനാണല്ലോ ഉണ്ണി. ഹായ് മഞ്ഞക്കിളി, 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 മഞ്ഞക്കിളി. അപ്പം വല്ല മഞ്ഞക്കിളിയുടെ പുറകെ പൊയ്ക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല. ഗോവേട്ടൻ പൊയ്ക്കോ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ. ഇതാ ഉണ്ണിയേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ചെക്കൻ പോടാ. അയ്യോ, എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, നീ എവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണിയേട്ടാ? അയ്യേ, മാഷേ, ടീച്ചറെ, ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അവനൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ, നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ആ, ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ, ഉണ്ണിയേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. അയ്യോ, വേണ്ട, വേണ്ട, അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. വേണ്ട, അതിന് കുട്ടികളുണ്ട്, അവര് ഞാൻ പാടി. നന്നായിട്ട് പാടും. വേണ്ട, ഞാൻ പാടാം. പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അല്ല, ഉണ്ണിയുടെ അവര് ഒരു പറയണ ആഗ്രഹമല്ലേ കേട്ടോ. മാഷേ? ഞാൻ പാടാം. ഉണ്ണി പാടിക്കോട്ടെ. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറ്. അച്ഛൻ പോടാ. സാറേ സാറേ കല്യാണം, സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ എന്താണോ സാറേ സാറേ സാമ്പാറോ? ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരംതാണ്.
മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട പേരാ. സഹോദര, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്, ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛൻ ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി മുണ്ടുവരയ്ക്കും ഓടിക്കൂ. എനിക്ക് അളിയനെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർട്ട് തരോ? തരാം. ഇവിടെ നിൽക്ക്. അവൻ എന്റെ മുണ്ടൊരിഞ്ഞു. ഇവിടെ കുഞ്ഞവറ, എടാ കുഞ്ഞവറ, എന്തോ ഒന്ന് ഇത്രടം വരെ വന്നേ. വരണേ. മുട്ടമായെന്ന് താഴെയും പോയി. കുഞ്ഞവറ, കൊണ്ട് വരണോ? നീ ഇങ്ങോട്ട് വരണ്ട. എന്താണ് ഉണ്ണി? എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല, അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ, അപ്പ അച്ഛനും ഉണ്ണീശോയാ? അച്ഛോ